ലാലേട്ടൻ തകർത്തുണ്ട്. ഇത് ആറാടുകയാണ്. രാജമാണിക്ക് ഒന്നുമല്ല. സഹൃദയരെ, വർഷം 1945. അതെ, ആ ദിവസം ഭൂമിയിൽ രണ്ടാമതും സൂര്യൻ പിറന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ പഞ്ചവർണ്ണ തത്ത വരെ തരിപ്പണമായ ദിവസം. ദ ഡേ ദാറ്റ് കിൽഡ് മെനി. ഹിരോഷിമയിൽ ബോംബ് വീണ ദിവസം. അതും സാധാ ബോംബല്ല, ന്യൂക്ലിയർ ബോംബ്. പക്ഷെ അതിനുശേഷം ലോകം കണ്ടതിൽ വെച്ച് ഒരു വംശത്തെയും വാശിയെയും വൃഷണത്തെയും നശിപ്പിക്കാൻ തക്കതായ ഒരു ബോംബ് കൂടി മനുഷ്യ നിർബന്ധമായി ഉടലെടുത്തു. അത് കാരണം ഇന്ന് ചിലന്തിക്ക് പൃഷ്ഠം വഴി വല നെയ്യാനാകുന്നില്ല. ചിലർക്ക് ഇന്ന് ചുമക്കാനാകുന്നില്ല, ചവയ്ക്കാനാകുന്നില്ല, ചവരിക്കാനാകുന്നില്ല. വലിച്ചെറിഞ്ഞ മാലിന്യം സ്വയം തുടച്ചെടുത്ത് തലയിൽ ചുമന്നു കൊണ്ടുപോകേണ്ട അവസ്ഥ. ചെമ്മരിയാടുകൾക്ക് പാൽ ചുരത്താനാകുന്നില്ല, പൂമ്പാറ്റകൾക്ക് പൂ പറിക്കാനാകുന്നില്ല. സമയനഷ്ടം, മാനനഷ്ടം, മോഹനഷ്ടം, മായാവി നഷ്ടം. അതെ അതെ, ഞാൻ പറഞ്ഞു വരുന്നത് അതിനെ പറ്റി തന്നെയാണ്. ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ബോംബിംഗ്, ദ ഇന്റർനാഷണൽ unwanted issue, sponsored by സമൂല ചലച്ചിത്ര മേക്കേഴ്സ്, the review bombing. Hi all, this is Cock. ഹലോ ഹായ് നമസ്കാരം. Hello ladies and gentlemen. നമസ്കാരം. അപ്പൊ എന്താണ് ഈ റിവ്യൂ ബോംബിംഗ്? ഒരു കൂട്ടം പണിയില്ലാത്ത ചലച്ചിത്ര വിരളികൾ മൂക്കും തോണ്ടി മുടിയും ചിങ്ങി മുതലവായും തുറന്ന് മഷിയില്ല പേനയിൽ എഴുതിയ സ്ക്രിപ്റ്റ് കപ്പലണ്ടി വാങ്ങാൻ കാശ് കിട്ടുമെന്ന മോഹത്തിൽ മനഃപൂർവ്വം മലയാള ഭാഷയും മൈതാന ഭാഷയും മലങ്കെട്ട് രീതിയിൽ ഗുണാപ്പം വിളമ്പി ചലിക്കുന്ന ചിത്രത്തെ താറടിക്കുകയും ആക്രമിക്കുകയും അവസരം കിട്ടിയാൽ അവർ രാധിക്കുകയും ചെയ്യുന്നതാണ് റിവ്യൂ ബോംബിംഗ് എന്ന്. അല്ല, അതിപ്പോ തുടങ്ങിയിട്ട് നാളെയേറെയായി. പണ്ടൊക്കെ പൈറസി ആയിരുന്നു പ്രശ്നം, അന്നൊക്കെ തമിഴ് റോക്കേഴ്സ് ആയിരുന്നു വില്ലൻ. അത് പക്ഷെ ഉസ്താനി പരിപാടിയാണ് കേട്ടാ. പാവപ്പെട്ടമാർ പട്ടാണിയുടെ കയ്യിൽ നിന്ന് പാന്റ് പോലും ഊരിക്കൊടുത്ത് പണം കടം വാങ്ങി പടം എടുക്കുമ്പോ പാതിരാത്രി തന്നെ പൈറസി ഉണ്ടാക്കുന്നത് പല ഡാഡി സൈഡ് സിൻഡ്രം ആണ്. അതിനോട് നമ്മൾ എതിരാണ് മക്കളെ. പച്ചെങ്കിൽ അത് വേ ഇത് റേ. നമ്മുടെ ഭാഷ മലയാളം, നമ്മുടെ സിനിമ മോളിവുഡ്. ഇവിടെയാണ് അതിപ്പോ ദജ്ജാല്. ആര് പറഞ്ഞ സിനിമ റിവ്യൂ ഇവിടെ മാത്രമാണെന്ന്? ഹോളിവുഡ് മുതൽ ടോളിവുഡ് വരെ, താളിവുഡ് മുതൽ ഊളാവുഡ് വരെ നിറഞ്ഞങ്ങ് കിടക്കുകയാണ് മൂവി റിവ്യൂ. പക്ഷെങ്കിൽ നമുക്കിവിടെ കളം വളഞ്ഞ വരവീണ് പിളർന്ന് രണ്ട് കക്ഷം വിരിഞ്ഞ്. അതിലൊരു കക്ഷത്ത് മലയാള സിനിമയും മറു കക്ഷത്ത് അശ്വാന്ത് കോക്കും. ആൻഡ്രോയിഡ് ഫോണിൽ പ്രീ ഇൻസ്റ്റാൾഡ് വരുന്ന ചില ഫാക്ടറി ആപ്പ് പോലെയാണ് അശ്വാന്ത് കോക്ക്. അൺഇൻസ്റ്റാൾ ചെയ്യാനും പറ്റില്ല, ഡിസേബിൾ ചെയ്താൽ കുറച്ചു കഴിഞ്ഞ് തനിയെ പൊങ്ങി വരികയും ചെയ്യും. എന്തൊരു കഷ്ടം എന്റെ അമ്മ. കയ്യും കാലും തല്ലി ഒടിച്ച് തിണ്ണ നിരങ്ങാൻ ഇരുത്താനുള്ള ദേശീയ സിനിമാക്കാർക്ക് കോക്കിനെറിഞ്ഞറക്ക് അടിച്ചത് കഴിവുള്ളോണ്ട്, കാര്യം പറയണോണ്ട്, പറയുന്നത് അവകാശമായോണ്ട് മലയാള സിനിമയ്ക്ക് ഇതെന്ത് പറ്റി? മറ്റന്നാൾ ഉണ്ണി വ്ലോഗ്സിനെ വീശിക്കളയുമെന്ന് ഒരുത്തന്റെ ഭീഷണി, മറിച്ച നാൾ എന്ന് അശ്വന്ത് കോക്കിനെ കരിച്ചു കളയുമെന്ന് ഭീഷണി കം ഭീകരവാണി. അല്ല, ഇതിപ്പോ നിങ്ങൾ എന്താക്കാണ്? ചന്തയിൽ വിൽക്കുന്ന മീനാണോ സിനിമ? മീനാണേലും ചീഞ്ഞ അത് പൂച്ചയ്ക്ക് പോലും വേണ്ട. പബ്ലിക്കായി ഒരു പ്രോഡക്റ്റ് ഇറക്കിയിട്ട് അത് പരിശോധിച്ചാ തെറ്റാ, അത് പന്നയാണെന്ന് പറഞ്ഞാ തെറ്റാ, പറഞ്ഞവൻ പരമ ചെറ്റയാ. കലയും ഒരു കച്ചവടമല്ലേ? കച്ചവടം കപടമല്ലേ? അപ്പൊ കലയിൽ കച്ചവടം കലർത്താതിരിക്കാൻ പറ്റുമോ? എങ്കിൽ പടം പണമില്ലാതെ കാണിക്ക്. എന്നിട്ട് പരദൂഷണം പറയുന്നവന്മാരെ പാലിൽ മുക്കിക്കൊല്ല്. അല്ലേ പിന്നെ പടം പുറത്തു വരാതെ പാലാ സജ്ജിയുടെ വീട്ടിലെ പാക്കറ്റ് മുളക് നിന്ന് പ്രൈവറ്റ് ആയിട്ട് കാണും. ചീഞ്ഞ മുട്ട തന്നിട്ട് അത് പാസ്റ്ററൈസ്ഡ് എഗ് ആണെന്ന് പറഞ്ഞാ വേടിച്ച് വൻ തിന്നണോ? സ്വാഭാവികമായിട്ടും എനിക്കും പോയി തല്ലു കൊടുക്കണമെന്ന് തോന്നിയ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. വ്യക്തിഹത്യ ചെയ്യുന്ന നിലയിലേക്ക് പോയാൽ ഒരു കാരണവശാലും അനുവദിക്കില്ല. അതിന് ഏതറ്റം വരെ പോകാനും സിയാദ് കോക്കർ എന്ന പ്രൊഡ്യൂസർ തയ്യാറായിട്ട് തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അശ്വന്ത് കോക്കിനെ വെല്ലുവിളിക്കുക, ഞാൻ ഇവിടെ ഉണ്ട് വരാം, അല്ലെങ്കിൽ നീ എവിടെ ഉണ്ട് അവിടെ വരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അശ്വന്ത് കോക്ക് നിനക്കൊരു പാഠമായിരിക്കും. വ്യക്തിഹത്യ എന്ന് വിളിച്ചിരുത്തി കൊണത്ത ചോദ്യം നാണമില്ലാതെ നാക്കത്തള്ളി മൂക്കിലോട്ട് ചോദിച്ച് നാണക്കേടുണ്ടാക്കണത് വ്യക്തിഹത്യയല്ലേ മാധ്യമ പ്രവർത്തകോ? മോനെ, മണ്ണെണ്ണയിൽ മുങ്ങിയിട്ട് കുളിക്കാതെ മണമുള്ള മുല്ല് ചൂടിയ മാട്ടവാസന പോകൂല. അതുകൊണ്ട് നല്ല പിള്ള ചമയത അളിയും വിട്ട് ഇവിടെ പച്ചയ്ക്ക് വർഗീയതയും വിപ്ലവവും വ്യക്തിഹത്യയും ഒളിച്ചും വിളിച്ചും പറയുന്നത് ചോദ്യം ചെയ്യാൻ ഇടങ്ങേറില്ലാത്ത ഒരു ന്യൂക്ലിയർ നാറുകളെയും കണ്ടിട്ടില്ല. പക്ഷെ പടത്തിന് റിവ്യൂ പാടില്ല, വണ്ടിയിൽ മോഡിഫിക്കേഷൻ പാടില്ല. അല്ല അതിപ്പോ എന്തിനു ഞാൻ ഇവിടെ പറഞ്ഞ? പടം പൊട്ടിയ പരാതി നിരൂപകർക്ക്. പടം വിജയിച്ച അതിന്റെ പ്രോഫിറ്റ് കൊടുക്കോ? പോട്ടെ, ഒരു പരാമർശമെങ്കിലും കൊടുക്കോ? കാഡ്ബറീസ് വരെ ഇവിടെ പാളി, കൊക്കോകോള വരെ ഇവിടെ പാളി, കൊട്ടൻ ചുക്കാതി വരെ ഇവിടെ പാളി, ക്രിമിനൽ കേസുകൾ വരെ ഇവിടെ പാളി. പിന്നാണോ പാക്കറ്റിൽ ഇരുന്ന് പൂത്ത പപ്പടം പോലത്തെ പടം പാളാതിരിക്കണ? പൂന്താളത്തിന്റെ കവിതകൾക്കുണ്ട് വിമർശനം, പിഷാരയുടെ ചളിക്കുണ്ട് ഗവേഷണം, സക്കർബർഗിന്റെ ബെസ്റ്റിക്ക് വരെയുണ്ട് ബോയ് ഫ്രണ്ട്. പോസിറ്റീവും നെഗറ്റീവും ഇല്ലാത്ത എന്തുണ്ട് ഇവിടെ? അത് ചത്ത ശവത്തിന് തറക്കല്ലിടുമ്പോ മാത്രം. എന്റെ പോയിന്റ് അതാണ്. അശ്വന്ത് കോക്കിന് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ സിനിമ കണ്ടതിന് ശേഷം സിനിമയിൽ ഇന്ന പാളിച്ചകളുണ്ട് എന്ന് പറയാം. അല്ലാതെ അതിലെ എല്ലാ ആർട്ടിസ്റ്റും ഒരുമാതിരി തീർച്ചയായും അത് ശരിയല്ല, ഒരു കാര്യമല്ല. അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയാം. എല്ലാവരും അതാണ് റിവ്യൂ. വ്യക്തിഹത്യ ചെയ്യുന്ന നിലയിലേക്ക് പോയാൽ ഒരു കാരണവശാലും അനുവദിക്കില്ല. അതിന് ഏതറ്റം വരെ പോകാനും സിയാദ് കോക്കർ എന്ന പ്രൊഡ്യൂസർ തയ്യാറായിട്ട് തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അശ്വന്ത് കോക്കിനെ വെല്ലുവിളിക്കുക, ഞാൻ ഇവിടെ ഉണ്ട്.
വ്യക്തിഹത്യക്കെതിരെ വെല്ലുവിളിക്കുന്ന അണ്ണൻ ആര് ഇപ്പൊ വന്ന ഇതിഹാസമായി. ഇത്രയും നാൾ ഇവിടെ കണ്ടില്ല. സ്വന്തം പടം പൊട്ടി ഇപ്പൊ പൊങ്ങി വന്നതാണെന്ന് അങ്ങ് പറഞ്ഞാ പോരെ. നമ്മളൊക്കെ തിന്നണത് ചോറാണല്ലാതെ. ചിലപ്പോൾ അയാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആൾ പറയുമായിരിക്കും സിയാൽ പോക്കർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അങ്ങനെ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ സിയാൽ പോക്കർ നേരിട്ടേ ഇന്ന് ചെയ്യുള്ളൂ. അല്ലാതെ ഹെൽമെറ്റ് വെച്ചോ മുഖം മൂടിയോ ഒന്നും ഞാൻ ചെയ്യില്ല. യാതൊരു സംശയം വേണ്ട കാര്യത്തിൽ. ഇരുട്ടടി അടിക്കാനോ ഇതൊന്നും നമ്മുടെ ഭാഗമല്ല. നമുക്ക് ചെയ്യാണ്ട് നേരിട്ട് ചെയ്യുക. അത്തരത്തിൽ ഇങ്ങനെ ഒരാള് പോയി മറ്റേ ജയിലിൽ കിടന്നു അല്ലെങ്കിൽ തൂങ്ങി മരിച്ചു എന്നൊക്കെ പറയണത് അതൊരു നല്ല ഇതായിട്ടായിരിക്കും ഞാൻ അണ്ണ നിങ്ങൾ പച്ചയ്ക്ക് പറയണത് വയലൻസ് ആണല്ലോ, അത് അഹിംസയുടെ പാതയല്ല. ആവശ്യത്തിന് കൊള്ളാവുന്ന പടം പോലും അറിയാതെ വിജയിക്കുന്ന നാടാണ് നമ്മളത്. അല്ലാതെ ഇപ്പൊ അളിഞ്ഞ പടം ഇറക്കി അപമാനിതനാകണത് എന്തിനാണ്? അടിപൊളി പടം ഇറക്ക്. 5 മണിക്ക് വന്ന് ക്യൂ നിൽക്കും പിള്ളേര്. ഒരൊറ്റ അശ്വന്ത് കോക്ക് കൊണ്ട് അകിട് പൊട്ടാൻ മാത്രം പുസ്തക പുഴുവാണോ മലയാള സിനിമ? ഇൻഡസ്ട്രിയിലെങ്ങും അറിയപ്പെടുന്ന ഇരപിടിയൻ എന്ന് ഇരയായി അഭിനയിക്കുന്നത് ഇച്ചിച്ച് പരിപാടിയാണ്. ഇതിപ്പോ അമ്പലപ്പറമ്പിൽ ആദ്യം അര ട്രൗസർ ഇട്ട് വന്ന് താനായണ്ട് 93-ാം വയസ്സിലും പരിഷ്കാരി താനാണെന്ന് പറയുന്നതിൽ എന്ത് കാര്യം? കാലം മാറുമ്പോ കൂടെ കബഡി കളിക്കാൻ നമ്മൾ പഠിക്കണം. ടെക്നോളജി മാറുമ്പോ മൊണ്ണ പടം ഇറക്കിയിട്ട് ഊളമന്ത്രം ജപിച്ചാലൊന്നും പടം വിജയിക്കില്ല. അങ്ങോട്ട് ഇറക്കുന്ന നല്ല സിനിമ നമ്മൾ ഉണ്ടാവും കൂടെ. നോക്കൂ, ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. ഒരു 10,000 പേരുള്ള ഗ്രാമത്തിൽ ഒരു പശു വന്നു. പശുവിനെ ആരും കണ്ടിട്ടില്ല. നല്ല പാല് തരുന്ന പശു അതിനെ ആരോ അടച്ചിട്ടിരിക്കുകയാണ്. ഒരു ദിവസം ആ പശുവിനെ ഒരു പൊതുവേദിയിൽ കൊണ്ടുവന്ന് വെച്ചു. 10,000 പേരിൽ ഒരു 5,000 പേര് അത് കണ്ടു. പശു കൊള്ളാം, നല്ല അമ്മിണി പശു. ആ കൂട്ടത്തിൽ പശുവിനെ കണ്ടൊരു 10 പേർ പറഞ്ഞു ഇത് കാളയാണ്, പശുവല്ല. വേറൊരു 10 പേർ പറഞ്ഞു ഇത് പശു തന്നെയാണ്. അതിലാ കാളയാണെന്ന് പറഞ്ഞത് കേട്ടത് ഒരു 1000 പേർ. അതിലൊരു 300 പേർ കാളയെ കാണാൻ എനിക്ക് എന്ത് തലക്കോളമാ, സ്വയം നോക്കിയാ പോരെ. അവരതുകൊണ്ട് കാളയെ കാണാൻ പോയില്ല. ബാക്കി 700 പേർ പശുവിനെ ആയാലും കാളയെ ആയാലും എനിക്കതിനെ പോയി കാണണമെന്ന് പറഞ്ഞ് പശുവിനെ കാണാൻ പോയി. പശുവിനെ കണ്ടു. കൊള്ളാം, നല്ല അമ്മിണി പശു. ഇനി മറ്റേ 10 പേർ പശുവാണെന്ന് പറഞ്ഞവർ, അവർ വഴി ഒരു 1000 പേര് തറഞ്ഞു. കേട്ടവരിൽ പകുതി അപ്പൊപ്പിന്റെ പശുവില്ല. എന്നാ പിന്നെ കാണാം. എന്തായാലും പശു അവിടെ തന്നെ കാണുമല്ലോ, സമയമുള്ളപ്പോ പോയി കാണാം. ആദ്യം ഞാൻ എന്റെ ആടിനെ പിടിക്കട്ടെ. ബാക്കി 500 പേർ ഒന്നും നോക്കാതെ പോയിക്കൊണ്ട് കൊള്ളാം, നല്ല അമ്മിണി പശു. അതായത് ഞാൻ പറഞ്ഞത് റിവ്യൂ കണ്ടവരിൽ കാണാതിരിക്കണമെന്നുമില്ല, കണ്ടവർ കാണാൻ പോകണമെന്നുമില്ല, കാണാതിരിക്കണമെന്നുമില്ല, ഒന്നുമില്ല എന്നുമില്ല. ഇതിലൊന്നും ഒരു കാര്യവുമില്ല. കാര്യമായ രീതിയിൽ സിനിമയെ ഇത് ബാധിക്കുകയില്ല എന്നാണ് എന്റെ ഒരു ഇത്. നല്ല സിനിമയാണെങ്കിൽ നിഷ്പക്ഷം ആള് വന്നിരിക്കും. പിന്നെ ചിലർക്ക് സമയമാണ് വലുത്, അവർ റിവ്യൂ നോക്കും. 150 രൂപയോ അതിനേക്കാൾ വിലയുള്ള ടിക്കറ്റ് ഉണ്ട്. 4 പേരടങ്ങുന്ന ഒരു ഫാമിലി ഒരു തിയേറ്ററിൽ പോയി ഒരു പടം കണ്ട് ഇറങ്ങിയാൽ 1500 രൂപ മിനിമം ഗുദം. അതൊക്കെ കോടികൾ ഇറക്കുന്നവർക്ക് ചെറുതായി തോന്നാം. വിമർശനങ്ങൾ ഇല്ലാതെ നിങ്ങൾക്ക് പടം പിടിക്കണമെങ്കിൽ നോർത്ത് കൊറിയയിൽ പോയി കിം അണ്ണനെ വെച്ചൊരു പടം പിടിച്ച് അങ്ങേരെ നാട്ടിൽ തന്നെ റിലീസ് ചെയ്യും. സൂപ്പർ ആയിരിക്കും. ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള നാട്ടിൽ സിനിമാക്കാരെന്ന് സ്വേച്ഛാധിപത്യം കാണിക്കുകയാണ്. പിന്നെ വ്യക്തിഹത്യ സംസ്കാര നിസ്ലൂന്യമായ റിവ്യൂ ഒന്ന്. ഇവിടേക്ക് ഇറങ്ങുന്ന പടമേ ഫുൾ അഡൽട്ട്, ഫുൾ തെറിപ്പാട്ട്, കൊടുങ്ങല്ലൂര് ഭരണി പാട്ട്, അതൊക്കെ മതത്തിന്റെ കളിയാട്ട്. അതുകൊണ്ട് അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. പണ്ടൊക്കെ നാനയിലും പത്രത്തിലും വന്നിരുന്ന റിവ്യൂ ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വരുന്നു എന്ന് മാത്രം. അന്നുമുണ്ട് റിവ്യൂ, ഇന്നുമുണ്ട് റിവ്യൂ. പക്ഷെ ഇന്നത്തെ റിവ്യൂവിനൊക്കെ ഇടിമിന്നലിന്റെ ശക്തി. ഇടിക്കല്ലിൽ ഇടിച്ചെടുത്ത ഇടിവള വിറ്റാലും ഇടിച്ചെടുത്തവന് ഇതയത്തിൽ അത് ഇടിച്ചുറപ്പുള്ളതാണെങ്കിൽ ഇടികൊള്ളി വെട്ടിയാലും ഇരുമ്പ് പോലെ ഇളകാതിരിക്കും. അത് ഈയാം പാറ്റ പോലെ ഇഷ്ടം പോലെ വിൽക്കും. ഹിസ്റ്ററി പരീക്ഷയ്ക്ക് ബയോളജി എഴുതുന്ന പോലെ തിരക്കഥ തയ്യാറാക്കാതെ നിങ്ങൾ നിലപാടുള്ള നിലവാരമുള്ള സിനിമകൾ ഇറക്കൂ. ഒരു അറിവുമില്ലാതെ ഒരു റിവ്യൂവും ഇല്ലാതെ ഇടിഞ്ഞുപോയി എത്രയോ നല്ല പടങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടായിരിക്കുന്നു. അന്ന് അശ്വന്ത് കോക്കില്ല, കോൾമി ഷസാം ഇല്ല, ഉണ്ണി വ്ലോഗ്സ് ഇല്ല. അതുകൊണ്ട് ആർക്കും പരാതിയുമില്ല. അടിച്ചമർത്തി അധികാരത്തിൽ റിവ്യൂ അവസാനിപ്പിച്ചാലും ആളൊഴിഞ്ഞ തിയേറ്റർ ഇനിയും ഉണ്ടാകും. അതിന് മാറ്റം വരണം ചിത്രങ്ങൾക്ക്. അപ്പൊ ശരി, എന്റെ ആശയവിനിമയ വർത്തമാന സ്വാതന്ത്ര്യം ആരെങ്കിലും അടിച്ചമർത്തും മുന്നേ ഞാൻ പോട്ടെ പാട്ട് പഠിക്കാൻ. പ്രശ്നമൊന്നുമില്ലെങ്കിൽ പച്ച കത്തിക്കാൻ എനിക്ക് ചുവപ്പിലൊരു കുത്ത് നൽകി അനുഗ്രഹിച്ചൂടെ? സബ്സ്ക്രൈബ് ചെയ്യുന്നു. അപ്പൊ ശരി, പോയച്ചും വരാം.